ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് ഓംലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ 3 മുട്ടയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 3 മുട്ട വെച്ചിട്ടുള്ള ഒരു ഓംലേറ്റാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിനായിട്ട് നമുക്കൊരു മീഡിയം സൈസുള്ള ഒരു സവാള, ഒരു തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്, പിന്നെ ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളിയുടെ ഹാഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫുൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഓംലേറ്റിന് കുറച്ച് പുളിരസം കൂടി നിൽക്കും. അപ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു ഹാഫ് തക്കാളിയുടെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇതെല്ലാം നല്ല ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ എടുത്തിട്ട് എഗ്ഗിനെ നമ്മൾ അതിലേക്ക് പൊട്ടിച്ചൊഴിക്കണം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ റോ മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് ഇതിൽ ധാരാളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെജിറ്റബിൾസ് കുക്ക് ചെയ്യുമ്പോൾ അതിലേക്കും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് ടർമറിക് പൗഡറും കുറച്ച് പെപ്പർ പൗഡർ ഇട്ടിട്ട് എഗ്ഗിനെ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അത് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ആദ്യം വെളിച്ചെണ്ണയിലേക്ക് പച്ചമുളക്, സവാള, പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി, പിന്നെ വേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കണം. വേപ്പില ഞാൻ കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. കട്ട് ചെയ്തിട്ട് ചേർക്കുമ്പോൾ നമ്മുടെ വേപ്പിലയുടെ ആ ഫ്ലേവർ ഓംലേറ്റിലേക്ക് നന്നായിട്ട് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതെല്ലാം നന്നായി വാടുന്ന വരെ ഇളക്കി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി എഗ്ഗിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വെജിറ്റബിൾസിലും കൂടിയും ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ആ പാനിൽ ഫുള്ളായിട്ട് വെജിറ്റബിൾസിനെ നന്നായി പരത്തി വെച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് വരുന്ന രീതിയിൽ പരത്തി വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള എഗ്ഗ് ഇതിന് മേലെ കൂടെ ഒഴിച്ചു കൊടുക്കണം. എല്ലായിടത്തും ഈക്വലായിട്ടുള്ള അളവിൽ ഒഴിച്ചു കൊടുക്കണം. ഒരു സൈഡ് തിക്നെസ് കുറവായിട്ടും കൂട്ടിയിട്ടും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മറിച്ചിടാൻ ബുദ്ധിമുട്ടായിരിക്കും, പൊട്ടിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഈക്വൽ ആയിട്ടുള്ള അളവിൽ തന്നെ തിക്നെസ്സിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. എഗ്ഗ് കുക്കാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ തൂവി കൊടുക്കണം. ഇനി ഈ എഗ്ഗിൻ്റെ ചുറ്റുള്ള ഔട്ടർ സൈഡിൽ മാത്രമായിട്ട് നമ്മൾ കുറച്ചേശ്ശെ വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കണം. അത് ഓംലേറ്റ് നമുക്ക് എളുപ്പത്തിൽ മറിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പാൻ ഒന്ന് നന്നായി ഷേക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓംലേറ്റ് പാനിൽ നിന്ന് വേറിട്ട് വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഒരു അടിപൊളി എഗ് ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ റോൾ ചെയ്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരെ ബൈ.